സാധാരണക്കാരായ വോട്ടർമാരെ സംബന്ധിച്ച്, സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് പാർട്ടികൾക്കുള്ളിലെ ഭിന്നിപ്പോ പിളർപ്പോ സഖ്യങ്ങളോ ഒന്നും തന്നെ അവരുടെ വോട്ടിംഗ് തീരുമാനത്തെ ബാധിക്കുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവായി വേണം ഇന്ന് പുറത്തു വന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാൻ. കാരണം ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വലിയ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കൗതുകികളെല്ലാം ഈ നോക്കിക്കണ്ടിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ NCPയും ശിവസേനയും പിളർന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ പിളർപ്പിനെ എങ്ങനെയായിരിക്കും ജനം സ്വീകരിക്കുക, ഏത് ശിവസേനയ്ക്കൊപ്പം ജനം നിൽക്കും, ഏത് NCPക്കൊപ്പം ജനം നിൽക്കും എന്നൊക്കെയായിരുന്നു, ആ തരത്തിലായിരുന്നു ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നുമല്ല ജനങ്ങൾ ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങളും അവർക്ക് ലഭിച്ച സൗകര്യങ്ങളും മറ്റുമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലം. എന്തുകൊണ്ട് BJPയും മഹായുതിയും ഇത്തരത്തിലൊരു വലിയ വിജയം എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന്, കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വിജയം മഹായുതിക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളെ നമുക്ക് പലതരത്തിൽ കാണാം. ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ ഈ ലാഡ്കി ബഹൻ പോലുള്ള പദ്ധതികളിലൂടെ ജനങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു. ഷിൻഡെ സർക്കാർ എന്ന ഒരു പേര് സാധാരണക്കാരായ വോട്ടർമാർക്കുള്ളിലേക്ക് നാട്ടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഏത് വോട്ടർമാരെയാണ്, ഏത് വിഭാഗത്തെയാണ് എന്നുള്ള ഈ സമവാക്യം, ജാതി സമവാക്യങ്ങൾ രൂപീകരിക്കുന്നതിൽ അതിൽ പ്രത്യേകിച്ചും അമിത്ഷായുടെ ഒരു ബുദ്ധി അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പറ്റിയ പാളിച്ചകൾ തിരുത്തിക്കൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് BJP പോയി. ഈ മറാത്ത മുസ്ലിം വോട്ടുകളിൽ കോൺഗ്രസ് കേന്ദ്രീകരിച്ചപ്പോൾ അതിനു പുറമെയുള്ള ഹിന്ദു വോട്ടുകൾ എന്നുള്ള നിലയ്ക്ക് ഈ BJPയും മഹായുതിയും അവരുടെ ലക്ഷ്യം വെച്ചു. അതുപോലെ തന്നെ അവരുടെ പ്രസ്താവനകളും മറ്റും അവർ പുറത്തിറക്കി. ഏക് ഹേ തോ സേഫ് ഹേ പോലുള്ള പ്രസ്താവനകളൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ആ പ്രസ്താവനകളെല്ലാം തന്നെ ഫലം കണ്ടു, അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പോലും പല നേതാക്കളും ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കുന്നതായി നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇത് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ BJPക്കുള്ള ഒരു പേര്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ BJP നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാനത്തും കൊണ്ടുവരും പുതിയ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്ത് ആ വാഗ്ദാനം ഒരുപാട് ജനങ്ങളിൽ ആ വിശ്വാസം നേടാൻ അവർക്ക് കഴിഞ്ഞു. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച ഒരുപാട് പേർ BJPക്ക് വോട്ട് നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഷിൻഡെ എന്ന പ്രതിച്ഛായ, ഏക്നാഥ് ഷിൻഡെ എന്ന മുഖ്യമന്ത്രിക്കുണ്ടായ ഒരു പ്രതിച്ഛായ, 1 ലക്ഷത്തിലധികം വോട്ടിനാണ് ഷിൻഡെ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. ആ പ്രതിച്ഛായ തന്നെയാണ് വലിയ രീതിയിൽ ഈ വിജയത്തിന് കാരണമായിരിക്കുന്നത്. പിന്നെ BJP തന്നെ ഈ പറയുന്ന ജാതി സമവാക്യങ്ങളെല്ലാം ഉറപ്പിച്ചുകൊണ്ട് നടത്തിയ മുന്നേറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതെല്ലാം കൂടി തന്നെയാണ് കോൺഗ്രസിന് പിഴച്ചതും ഇവിടെയൊക്കെ തന്നെയാണ്. മറാത്ത മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചപ്പോൾ മറ്റ് വോട്ടുകൾ എങ്ങനെ ഏകീകരിക്കണമെന്ന് അവർ ആലോചിച്ചില്ല, അല്ലെങ്കിൽ അത്തരം ആലോചനകളിലേക്ക് കടന്നില്ല. അതുപോലെ തന്നെ ധാരാവി പോലുള്ള വികസന വിഷയങ്ങളെ ഉയർത്തിക്കാട്ടി മറ്റ് വിഷയങ്ങൾ പലതും കൃത്യമായ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ ഈ പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ പോലും ശ്രമിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വീഴ്ച. ഈ വീഴ്ചകൾ പരിശോധിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. ഈ ഫലം അംഗീകരിക്കാൻ തന്നെ അവർക്ക് കുറച്ചല്പം സമയം വേണ്ടിവരും. കാരണം വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇരു വിഭാഗത്തും വലിയ ആത്മവിശ്വാസം കണ്ടിരുന്നു. അതൊന്നും പക്ഷേ അസ്ഥാനത്തായിപ്പോയി. ആത്മവിശ്വാസങ്ങളൊന്നും ഫലിച്ചില്ല. ഒടുവിൽ വലിയ വിജയം നേടിയിരിക്കുന്നത് മഹായുതി മുന്നണിയാണ് എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്.